ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കളയാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ കൊണ്ട് ഗാർഡനിലേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ കുറച്ച് പോട്ട്സുകളുടെ ഐഡിയാസുകളാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ പോട്ട്സുകളാണ്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കണ്ടു നോക്കാം. ഇത് മോൺസ്റ്ററയുടെ ഒരു വെറൈറ്റിയാണ്, ഒരു ലീഫ് വലുതായിട്ടുള്ളൊരു മോൺസ്റ്ററ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പടർത്താൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിക്ക് നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കേടായ ഒരു സ്റ്റിക്കാണിത്. നല്ല നീളത്തിൽ കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ മോൺസ്റ്ററൊക്കെ പടർത്താൻ ഇങ്ങനെയുള്ള സ്റ്റിക്കുകൾ നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ്. ഇത് പഴയൊരു ബക്കറ്റ് കൊണ്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബക്കറ്റുമേ കയറ് ചുറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പഴയ ബക്കറ്റാണിത്. അപ്പം എന്നിട്ട് അത് കമിഴ്ത്തിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. കമിഴ്ത്തി വെക്കുമ്പോൾ അതൊരു പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ഷേപ്പായി മാറുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയായ മഞ്ജുള പോത്തോസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. നമ്മൾ റൈസൊക്കെ സ്റ്റോർ ചെയ്യാൻ മേടിക്കുന്ന ഡബ്ബകൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് കേടായതാണിത്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കയറാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു പ്ലാന്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പഴയ ബക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു പൊട്ടിയ ബക്കറ്റായിരുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കയർ തന്നെയാണ് ചുറ്റിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നനക്കാൻ ഉപയോഗിക്കുന്ന ഹോസ് ഉണ്ടാകുമല്ലോ, അതൊരു കേടായതുണ്ടായിരുന്നു. അപ്പോൾ അതുമേ കയർ ചുറ്റിയിട്ട് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് അതിൻ്റെ മേലെ മണി പ്ലാന്റ് ഇങ്ങനെ പടർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു അഗ്ലോണിമയുടെ വെറൈറ്റീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പൊട്ടിയ മൺകലാണ്. അപ്പം അതിൻ്റെ മേലെ ബ്ലൂ ഇനാമൽ പെയിൻ്റാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഫ്ലവറിങ് പ്ലാന്റ് ആയപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടി അതിന്. ഇതും ഒരു മൺകലം തന്നെയാണ്, കറികളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന കലാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയി. അപ്പം ഞാനതുമ്മേ കയറ് ചുറ്റിയിട്ട് പോട്ടി മിക്സൊക്കെ നിറച്ച് ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തു. പിന്നെ ഇത് കംഫർട്ട് ബോട്ടിലുകളാണ്. അതുമ്മേ പെയിൻ്റ് അടിച്ചിട്ട് വെള്ളത്തിലാണ് ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. ഇത് കാലിയായൊരു പെയിൻറ്റും പാത്രമാണ്. അപ്പം അതുമ്മേ ഞാൻ ഇതുപോലെ തന്നെ കയറ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് വൈറ്റ് ജൂട്ട് കൊണ്ട് ഇതുപോലൊരു ഫ്ലവർ ഷേപ്പും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിൽ സ്നേക്ക് പ്ലാന്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് പടർത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ PVC പൈപ്പിൻ്റെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ അതുമ്മേ നല്ല രീതിയിൽ തന്നെ സിങ്കോണിയം പടർന്നു വരുന്നുണ്ട്. ഇത് കേടായ ഒരു ഫാനിൻ്റെ പാർട്സാണ്. അപ്പോൾ അത് ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഹോൾസുകളുടെ ഉള്ളിലൂടെ കയറിങ്ങനെ ചുറ്റിയെടുത്ത് ഇങ്ങനെ ഒരു കവറ് പോലെ ആക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഓൾറെഡി ഒരു സ്പൈഡർ പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിലിപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പടർത്തിയിരിക്കുന്നത് ഒരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു ഷേപ്പിൽ ഞാൻ അതുമ്മേ മണി പ്ലാന്റ് പടർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ കാണുന്നത്.
ഇതൊരു PVC പൈപ്പാണ്. ഇതുമേ യെല്ലോ ഇനാമൽ പെയിൻ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് കൊങ്ങിണി ചെടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2 ഹാങ്ങിങ് പോട്ട്സുകളാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പോട്ട്സ് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് അതുമേ കയറ് ചുറ്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സൈഡിലും ടാങ്കീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടിപ്പോയൊരു ഡബ്ബ തന്നെയാണ്. അപ്പോൾ അതുമേ ഞാൻ ജൂട്ടാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു PVC പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതുമേ ഞാൻ പോത്തോസ് പടർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെർട്ടിക്കൽ പ്ലാന്റർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതൊരു റൗണ്ട് ഷേപ്പിൽ മാറ്റിയിട്ട് അതിൻ്റെ മേലെ വെർട്ടിക്കൽ പോട്ട്സുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതും ഒരു പൊട്ടിയ മൺകലം തന്നെയാണ്. നന്നായി പൊട്ടിയൊരു മൺകലമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ പൊട്ടാത്ത ഭാഗങ്ങളിലൊക്കെ കയറ് ചുറ്റിയിട്ട് താഴൊരു പാത്രത്തിൻ്റെ മൂടിയുമ കയറ് ചുറ്റി എന്നിട്ട് അതിലിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഓൾറെഡി ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഉപയോഗിക്കാത്ത പഴയൊരു അരിപ്പയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെയുള്ളൊരു നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പോട്ടി മിക്സ് വെച്ചിട്ട് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരിപ്പയിൽ നേരിട്ട് മണ്ണിടുമ്പോൾ ആ മണ്ണൊക്കെ ആ ഹോളിലൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നെറ്റ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു പൊട്ടിയ മൺകലത്തിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ട് നേരിട്ട് പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പഴയ ബക്കറ്റാണ്. ആ ബക്കറ്റുമേ ഞാൻ പഴം തുണികൾ ഉണ്ടാകുമല്ലോ, ആ തുണികൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മെടഞ്ഞിട്ടാണ് ഇത് ഗ്ലൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനിത്. എന്നിട്ട് അതിൻ്റെ മേലൊരു പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് പോലെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുപ്പികളാണ്. അപ്പോൾ അതുമേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളാണ് ഈ കാണുന്നത്. അതിങ്ങനെ മെടഞ്ഞ് സെറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഇതെല്ലാം വേസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒക്കെ കളയാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കധികം പണച്ചിലവ് വരുന്നതല്ല ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.